അതായത് ഇവരുടെ അകത്ത് കുറച്ച് ആൾക്കാരുണ്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവർ. അവർ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോഴത്തെ അവരുടെ സ്പെസിഫിക് ടാർഗറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ കാത്തലിക് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കാരണം ഒരു കാര്യം വളരെ സിമ്പിളല്ലേ, ആ സ്കൂളിൽ ഒരു കുട്ടി ചേരുന്നതിന് മുമ്പ് ഈ കുട്ടിയെ ഈ പറയുന്ന അവിടുത്തെ സ്കൂളുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അതിൻ്റെ പേരിൽ പേരൻസ് എല്ലാം സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അവർക്ക് യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം മാതൃകയായിരിക്കണം. അതാണ് അവിടെ ആ സ്കൂളിൻ്റെ, അതായത് എയ്ഡഡ് അല്ല അൺഎയ്ഡഡ് സ്കൂളാണ്. ഇതൊക്കെ അവർ പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന എത്രയോ സ്കൂളുകളുണ്ട്. അവിടെ ഹിജാബിനേക്കാൾ അവർക്ക് നിക്കാബ് ഇട്ടോണ്ട് മറ്റേ പൂർണ്ണമായിട്ട് ചാക്ക് മുഖമെല്ലാം മൂടിക്കൊണ്ട് പോകാൻ പറ്റും. ആരെ എതിർക്കുന്നത്? അതിനെ ആരും എതിർക്കുന്നൊന്നുമില്ല. ആ സ്കൂൾ മാനേജ്മെൻറ്റിനും അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിയോടും ആ പേരൻസിനോടും പറഞ്ഞ കുട്ടിക്ക് TC തന്നിവിടാൻ, നിങ്ങൾക്ക് ഏത് സ്കൂളിലും കൊണ്ട് ചേർക്കാം. അതായത് അത്ര ഫ്രീഡമും ജനാധിപത്യമുള്ള രാജ്യമാണ് ഇന്ത്യയിൽ. ആ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമാണ്, അതായത് തലയിൽ ഒരു സ്കാർഫ് ഇടുക, പെണ്ണുങ്ങൾ ഇടുന്ന പോലെയുള്ള സംഭവം. അപ്പം അതിനെപ്പറ്റി മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ആ രണ്ടാമത്തെ ന്യായീകരണമാണ് ഏറ്റവും തെറ്റെന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറഞ്ഞ ബനാന റിപ്പബ്ലിക് അല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്.